ഗുഡ് മോർണിംഗ്. ഹാപ്പി ബർത്ത്ഡേ. എന്റെ വാവാച്ചിയുടെ. അയ്യോ, അപ്പൊ ഇന്നാണല്ലേ ഫെബ്രുവരി 29? അതെ, 4 ആണ്ടിലൊരിക്കൽ സംഭവിക്കുന്ന മഹാസുദിനം ഇന്നാണ്. നീ ഓർത്തില്ലായിരുന്നെങ്കിൽ ഞാൻ മിസ് ചെയ്തേനെ. നാട്ടിന്ന് വെളുപ്പിനെ തന്നെ മുത്തച്ഛൻ വിളിച്ച് ഓർമ്മിപ്പിച്ചു. അമ്മ ഇന്നലെ തന്നെ കേക്കിന് ഓർഡർ ചെയ്തു. ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയാലുടൻ പാർട്ടി ക്ലബില്. അയ്യോ, എന്റേതല്ല, ബൈക്കിൽ വന്ന ഒരാള് തന്നതാ. ഹെൽമെറ്റും ജാക്കറ്റും ഒക്കെ ഇട്ടിരുന്നോണ്ട് മുഖം മനസ്സിലായില്ല. അയ്യോ, സൂക്ഷിക്കണേ, ബോംബോ മറ്റോ ആണെങ്കിലോ. ഹായ്, ലിപ്സ്റ്റിക് കൊള്ളാം. സിഗരറ്റോ? കൊള്ളാലോ. ഫേഷ്യലിന്റെ ബോക്സിൽ ഷേവിംഗ് ക്രീമും ബ്രഷും. സോപ്പ് പറ്റിയോ? നോക്കട്ടെ നോക്കട്ടെ. ഹായ്, മീശ. ഇത് വീട് മാറിപ്പോയതാ. നല്ല കള്ളരിപ്പ മീശ, കുഞ്ഞിന് ചേരിപ്പ. ഇത് മനഃപൂർവ്വം തന്നതാ, എന്നെ ഇൻസൾട്ട് ചെയ്യാൻ. ഞാൻ പോലും അറിയാത്ത എന്റെ ബർത്ത്ഡേ ഇത്ര കൃത്യമായി ഓർത്തിരിക്കണമെങ്കിൽ ഇത് അവൻ തന്നെയാ, ആ തെണ്ടി. Okay, Sanjay. See you tomorrow. Bye-bye. Bye. Hi, Sanjay. Sir. Relax. എടാ കഴുതേ, നിന്നെ തന്നെയാണ് തെണ്ടി. Nice, huh? ഇങ്ങോട്ട് പാട ഡാഷേ. Oh, लड़की कौन? She's my best friend. Oh. എടാ കഴുതേ, തെണ്ടി, മര്യാദക്ക് ഇങ്ങോട്ട് വരണതാ നല്ലത്. टेंडी कल्द है, इसका मतलब क्या है? That means you are looking good, indulgent, and so on. Huh? Oh, thank you. എടാ പട്ടി. What pati? She says you are looking handsome. അതല്ലടാ മരപ്പട്ടി. मरपति? You look more handsome in the white dress. कौन मैं? Yeah, ഇത് എന്റെ വക ആപ്പ്. Come. പട്ടിക മാമനുണ്ട്. Thank you. I'm Tendi Patti Kalde Marapati. Thanks for your compliment. Shall we? Oh yes, carry on. Thank you. വാടി പൂത്തങ്കീരി. ഇങ്ങോട്ട് വാടി. ഒരുമാതിരി ചന്ത കൾച്ചറായിട്ട് വന്നാണ്ടല്ലോ. ആ സർദാർജിക്ക് മലയാളം അറിയാത്ത എന്റെ ഭാഗ്യം. നിന്നെ നാട്ടിക്കാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നത്. കിട്ടി നിന്റെ ഗിഫ്റ്റ്. ഇടി, നിനക്ക് അർഹതപ്പെട്ടത് തന്നെയാ സമ്മാനിച്ചത്. ജന്മം കൊണ്ടെങ്കിലും ഒരു പെണ്ണല്ലേ നീ. അല്പം അടക്കത്തിലും ഒതുക്കത്തിലൊക്കെ നടന്നാലെന്താ? എനിക്ക് ആരുടെ ഉപദേശം കേൾക്കണ്ട. ആരെന്നെ നട ആനച്ചന്തം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊരു മാതിരി. നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. എടി, നീ ചൂടാൻ വേണ്ടി പറഞ്ഞതല്ല. കുസൃതിയും കുശുമും കൂടപ്പുറപ്പാണെങ്കിലും എന്റെ ആ പഴയ കളിക്കൂട്ടുകാരിയെ ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും പെണ്ണായിട്ട് കാണണമെന്നൊരു ചെറിയ ആഗ്രഹമുള്ളതുകൊണ്ട്. അയ്യടാ, ഒലിപ്പിക്കല്ലേ. സത്യടി, നീലക്കുറിഞ്ഞി പൂവിനെ പോലെ ആഘോഷിക്കാൻ വിധിക്കപ്പെട്ട നിന്റെ പിറന്നാൾ ദിനത്തില് മനസ്സറിഞ്ഞ് ഞാനൊരു സമ്മാനം പ്രത്യേകം തരുന്നുണ്ട്. തരട്ടെ. ഡോർ ഓർക്കട്ടെ. എന്താ എ ഗിഫ്റ്റ് ഫോർ യു. വീണ്ടും എന്നെ പറ്റിക്കാനാ? നീ വീട്ടിൽ ചെന്ന് സമാധാനമായിട്ട് തുറന്നു നോക്ക്. മോശമായിട്ട് എന്തെങ്കിലും ഇതിൽ കണ്ട പിന്നെ ലൈഫിൽ നീ എന്നോട് മിണ്ടണ്ട. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു. ഒരു ഗിഫ്റ്റ്.
നമ്മുടെ പങ്കൻ പങ്കം മങ്കിയായി അല്ല പങ്കം പിങ്കിയായി നോക്കിയേ. എങ്ങനെയുണ്ട് എന്റെ ഫാഷൻ ഷോ? ഇതൊരു റിഹേഴ്സലാ. ശരിക്കുള്ള ഷോ വരണേ ഉള്ളൂ. ബൈ. ഒരു ശസ്ത്രക്രിയ പോലും ഇല്ല നമ്മുടെ പങ്കം പിങ്കിയായി. എന്താണ് എന്റെ ബയോളജിക്കൽ സീക്രട്ട്? പറയട്ടെ, എന്നാ പറ. ഞാൻ പറഞ്ഞുതരാടാ തെണ്ടി. ഈ മുതൽ ഇവിടെ ഉണ്ടാവില്ല. എനിക്ക് ഒരു സീക്രട്ടും അറിയണ്ടേ. അച്ഛ വേണ്ട. ആ കൊണ്ട് തിരിച്ചറിയരുത്, തിരിച്ചറിയരുത്. എന്നാലും എവിടെ വെച്ചത് ഞാനത്? ആ നീ എപ്പോ വന്നു? ഒരു ഫയൽ എവിടെ വെച്ചെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല. നീ ഇയാൾക്ക് എന്നെ ഒന്ന് നോക്കിയാലെന്താ? ഞാൻ നോക്കിയില്ലോ. ഇന്ന് ഓഫീസിൽ ഇൻസ്പെക്ഷൻ ഉള്ളതാ. ഒരു ഓഫീസർ ജാട കണ്ടാ തോന്നും ഇന്ത്യൻ നേവി മുഴുവൻ ഇയാളുടെ കൺട്രോളിലാണെന്ന്. കൊടുത്തിറങ്ങി വന്ന എന്നെ വേണം പറയാൻ. എന്നെ വിട്. നാണത്തെക്കാളും നിന്റെ മുഖത്തിന് ചേരുന്നത് ആ കുറുമ്പുണ്ടല്ലോ, അത് തന്നെയാ. ഒരു ഗിഫ്റ്റും കൂടി തരട്ടെ? കൊഞ്ചല്ലേ? എന്നെ വിട്.